പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില നല്ല രീതിയിൽ കൂടിയില്ലേ? ഇപ്പോൾ ഏകദേശം പെട്രോളിന് 115 രൂപയാണ് കേരളത്തിലത്തെ റേറ്റ്. അതുപോലെ ഡീസലിന് 103 സംതിങ് ആണ് വരുന്നത്. അപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വില കൂടിയത് കൊണ്ടാണ് പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില കൂട്ടുന്നതാണ് പറയുന്നത്. അപ്പോൾ ഒരു സംശയം, ഈ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞിരുന്ന സമയത്തൊന്നും കുറയ്ക്കുന്ന കാര്യം കണ്ടില്ലല്ലോ. ഗവൺമെൻറ് പറയുന്നത് ഇത് മാർക്കറ്റ് റെഗുലേറ്റിംഗ് സിസ്റ്റം തന്നെയാണ്. അതായത് ക്രൂഡ് ഓയിലിൻ്റെ പെട്രോളിൻ്റെയും വില കൂടുന്നതും കുറഞ്ഞതനുസരിച്ച് ഇന്ത്യയിൽ പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില കൂടുകയും കുറയുകയും ചെയ്യുന്നു. കൂടുന്നത് കാണുന്നുണ്ട്, കുറയുന്നത് കാണില്ല. അപ്പോൾ ഇത് സത്യത്തിൽ മാർക്കറ്റ് പ്രൈസ് വാല്യുവേഷൻ ആണോ, അതല്ല ഇതൊരു ടാക്സ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു സിസ്റ്റം തന്നെയാണോ? ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുന്നുണ്ട്, കുറയുന്നുണ്ട്, വീണ്ടും കൂടുന്നുണ്ട്, വീണ്ടും കുറയുന്നുണ്ട്. 2015 ഏകദേശം $65 പെർ ബാരലുണ്ടായിരുന്ന ക്രൂഡ് ഓയിൽ പിന്നീട് 2 തവണ $120 മുകളിൽ വരെ പോയിട്ടുണ്ട്. ഒന്നാമത്തെ തവണ റഷ്യ ഉക്രൈൻ വാറിൻ്റെ സമയത്തും രണ്ടാമത്തേത് ഇപ്പോഴത്തെ US ഇറാൻ വാറിൻ്റെ സമയത്തുമാണ്. പക്ഷേ ഒരു കാര്യം ചോദിക്കട്ടെ, കോവിഡിൻ്റെ സമയത്ത് എന്തായിരുന്നു സ്ഥിതി? ലോകം മുഴുവൻ ലോക്ക്ഡൗൺ ആയിരുന്നു, ഫ്ലൈറ്റ്സ് ഇല്ല, വണ്ടികൾ ഓടുന്നില്ല, ഫാക്ടറി വർക്ക് ചെയ്യുന്നില്ല. ക്രൂഡ് ഓയിലിൻ്റെ വില നേരെ $20 പെർ ബാരൽ വരെ വീണു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രാഷ് ആയിരുന്നു അത്. അപ്പോൾ നമ്മുടെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെ വില എന്തായിരുന്നു? അതെന്താ, ക്രൂഡ് ഓയിലിൻ്റെ വില മുകളിലേക്ക് പോകുമ്പോൾ റോക്കറ്റ് പോലെയാണ് പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില പോകുന്നത്. പക്ഷേ താഴേക്ക് വീഴുമ്പോൾ അതിവിടെ കാണുന്നില്ലല്ലോ. അതെന്ത് പറ്റി? ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് റെഗുലേഷൻ ആണല്ലോ അല്ലേ? ഈ ഒരു ഗ്രാഫ് കാണുന്ന സമയത്ത് ഏതൊരു കോമൺ സെൻസ് ഉള്ള മനുഷ്യന് തോന്നുന്ന ഒരു ബേസിക് സംശയമാണ്, ക്രൂഡ് ഓയിലിൻ്റെ വിലയൊക്കെ പകുതിയിലധികം താഴ്ന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഏതെങ്കിലും ഒരു അംശമെങ്കിലും നമ്മുടെ നാട്ടിൽ പെട്രോളും ഡീസലിൻ്റെ വില കുറയണ്ടേ? എവിടെയല്ലേ? ഒന്നും കുറയില്ല. അപ്പോൾ വരുമല്ലോ കുറേ എക്സ്പ്ലനേഷൻ പാക്കേജസ്. ഇത് നാഷണൽ എക്കണോമിയുടെ ഭാഗമാണ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഡോളർ അപ്രീസിയേഷൻ നടന്നു, അല്ലെങ്കിൽ രൂപയുടെ വാല്യൂ ഡിപ്രീസിയേഷൻ നടന്നു എന്നുള്ള കുറേ റീസൺസ് ഉണ്ടാവും. നമുക്കിതൊക്കെ സഹിക്കല്ലേ പറ്റുള്ളൂ. പിന്നെന്താ ഒരു സമാധാനം? എല്ലാം നമ്മുടെ ഒരു വികസിത ഭാരതത്തിന് വേണ്ടിയിട്ടാണല്ലോ അല്ലേ? എപ്പോഴും കേൾക്കുന്നൊരു വാചകമാണ് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് എപ്പോഴും നഷ്ടത്തിലാണെന്ന്. അതൊന്ന് നോക്കിയാലോ നമുക്കിനി. ഈ ഒരു ഗ്രാഫ് കണ്ടിട്ട് നിങ്ങൾക്ക് ശരിക്കും തോന്നുന്നുണ്ടോ ഈ ഓയിൽ മാർക്കറ്റ് കമ്പനീസ് ലോസിലാണെന്ന്? 2015 മുതൽ 2026 വരെയുള്ള ഒരു കണക്കാണിത്. ഓൾമോസ്റ്റ് എല്ലാ വർഷവും 10,000 കോടികളാണ് ഇവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ. ഒരു വർഷമല്ല, തുടർച്ചയായ വർഷങ്ങളിലാണ് ഇവർ പ്രോഫിറ്റ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആകെ ഒരൊറ്റ വർഷം മാത്രമാണ് ഒരൊറ്റ കമ്പനി ലോസിൽ പോയിട്ടുള്ളൂ. ബാക്കി എല്ലാ വർഷവും ഒരു നല്ല പ്രോഫിറ്റാണ് ഉണ്ടാക്കുന്നത്. അതും ചെറിയ പ്രോഫിറ്റ് ഒന്നുമല്ല, 10,000 20,000 കോടി, 30,000 കോടി, 40,000 കോടി വരെയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനികളെ കുറിച്ചാണ് ദിവസവും നമ്മൾ കേൾക്കുന്നത്. ക്രൂഡ് ഓയിലിൻ്റെ വില മുകളിലേക്ക് കയറി കമ്പനികളെല്ലാം ലോസിലാണെന്ന്. അപ്പോൾ ഒരു സംശയം, ഇത് ഇവർ പ്രോഫിറ്റായിട്ട് കാണുന്നില്ലെങ്കിൽ ഇവർ ഇപ്പോൾ ലോസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ ഇനി എന്താണ് ഉദ്ദേശിക്കുന്നത്? തീർന്നിട്ടില്ല, ഇനിയുമുണ്ട് കുറച്ച് കഥകൾ പറയാൻ. ഈ ഗ്രാഫ് ഒന്ന് നോക്കിയേ. ഇത് കാണുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഒന്നുമല്ല, ഇത് ഈ പറഞ്ഞ 3 കമ്പനികളുടെയും ഓണർഷിപ്പിൻ്റെ ഗ്രാഫാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ 3 കമ്പനികളുടെയും ഏറ്റവും വലിയ ഓണർ ആരാണെന്ന്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അതായത് നമ്മുടെ കേന്ദ്ര സർക്കാർ തന്നെ. അതായത് പെട്രോളും ഡീസലും അടിക്കുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് ഏറ്റവും കൂടുതൽ പോകുന്നത് ഈ ഷെയർ ഹോൾഡറാണ്, അതായത് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് തന്നെ. എന്തായാലേ? പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ കാര്യം തന്നെ, എല്ലാം ഒരു വികസിത ഭാരതം സ്വപ്നം കണ്ട് ചെയ്യുന്നു. കഴിഞ്ഞിട്ടില്ല. ഈ ഗ്രാഫ് ഒന്ന് നോക്കിക്കേ. ഇത് കമ്പനികളുടെ പ്രോഫിറ്റ് ഗ്രാഫ് ഒന്നല്ല കേട്ടോ. ഇത് ഈ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് ഗവൺമെൻറ്റിലേക്ക് കൊടുത്തേക്കുന്ന പ്രോഫിറ്റ് എത്രയാണെന്നുള്ളതിൻ്റെ ഒരു ഗ്രാഫാണ്. ഒന്ന് ചെറുതായിട്ട് നോക്കിക്കേ. ഓരോ കൊല്ലം 5,000 കോടി, 10,000 കോടി, 20,000 കോടി വരെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് പോക്കറ്റ് മണി ഒന്നുമില്ലല്ലോ, ലക്ഷക്കണക്കിന് കോടികളാണ്. ഇത് എവിടെ നിന്നാണ്? നമ്മൾ സാധാരണക്കാരനടിക്കുന്ന പെട്രോളും ഡീസലിൽ നിന്നും വരുന്ന വരുമാനത്തിൻ്റെ മുകളിലുള്ള പ്രോഫിറ്റാണ് കൊടുത്തേക്കുന്നത്. വാവ്! ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ ലോസിലാണ് കേട്ടോ. കഴിഞ്ഞിട്ടില്ല. ഒരു ക്ലൈമാക്സ് ഗ്രാഫും കൂടി ഉണ്ട്, ഒന്ന് നോക്കിക്കേ. ഈ കാണുന്നത് ഗവൺമെൻറ്റിൻ്റെ ടാക്സ് കളക്ഷനാണ്. അതായത് പെട്രോളും ഡീസലും വിറ്റിട്ട് കിട്ടുന്ന ടാക്സ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അത് ചെറിയ എമൗണ്ട് ഒന്നുമല്ല കേട്ടോ, ലക്ഷം കോടികളാണ്. 2020-21 കാലഘട്ടത്തിൽ കോവിഡിൻ്റെ സമയത്ത് എല്ലാം തകിടം പറഞ്ഞു കിടക്കുന്ന സമയത്ത് എത്രയായിരുന്നു ടാക്സ് കിട്ടിയെന്നറിയോ ഗവൺമെൻറ്റിന്? 3.7 lakh crore. എത്ര പൂജ്യം ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. നിങ്ങൾക്കറിയോ? ഒരു പിടുത്തമില്ല അല്ലേ? ജനങ്ങൾ ജീവിക്കാൻ കഷ്ടപ്പെട്ടിരുന്നൊരു കാലത്തായിരുന്നു ഈ പറഞ്ഞ 3.7 lakh crore ടാക്സ് ആയിട്ട് പെട്രോൾ ഡീസലിൽ നിന്നും സർക്കാരിന് കിട്ടിയത്. എന്തായാലേ? അതിൽ നിന്ന് സർക്കാർ എന്തായാലും അതെടുത്തിട്ട് കുറച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇത്രയും ടാക്സ് ആ ടൈമിൽ ജനങ്ങളിൽ നിന്ന് ഊറ്റണമായിരുന്നോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പെട്രോൾ ഡീസലും വിറ്റ് കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. ആ പ്രോഫിറ്റിൽ നിന്ന് വലിയൊരു ഭാഗം ഗവൺമെൻറ് കൊണ്ടുവന്നു. പിന്നെ മൊത്തത്തിൽ വിൽക്കുന്ന എന്താ ടാക്സും ഗവൺമെൻറ് കൊണ്ടുവന്നു. ഇവിടെ ഇപ്പോൾ എന്താ നടക്കുന്നത്? ഇങ്ങനെയുള്ള കണക്കുകൾ കാണുമ്പോൾ നമുക്ക് തോന്നൂലേ, നമുക്കും ഇങ്ങനെ ഒരു നഷ്ടക്കച്ചവടമുള്ള ഏതെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയാലോ? പറയുമ്പോൾ എല്ലാം ലോസ് ആണെന്ന് പറയുകയും ചെയ്യാം. കിട്ടുമ്പോൾ ലക്ഷക്കണക്കിന് കോടികളുടെ പ്രോഫിറ്റാണ് കിട്ടുന്നത്. ഇത്രയും ഗ്രാഫുകളും നമ്പറുകളും കണ്ടപ്പോൾ തന്നെ കിളി പോയിട്ടുണ്ടാവും അല്ലേ? ഇനിയും ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ ഇപ്പോൾ തൽക്കാലം നിർത്തുന്നു. നന്ദി.